ഈ കാണുന്നത് കൊടൈക്കനാലിലെ പൂമ്പാറയാണ്. കൊടൈക്കനാലിൽ നിന്നും ഏകദേശം 20 കിലോമീറ്റർ അപ്പുറമുള്ള പൂമ്പാറ. എൻ്റെ ബക്കറ്റ് ലിസ്റ്റിലുണ്ടായിരുന്ന കുറച്ച് സ്ഥലങ്ങളായിരുന്നു മന്നവന്നൂർ, പൂമ്പാറ, പൂണ്ടി, ക്ലാവരൈ ഇതൊക്കെ. അങ്ങനെ ഞങ്ങൾ യാത്ര ചെയ്ത് വെളുപ്പിനൊരു 1 മണിയോടുകൂടി പൂമ്പാറയിലെത്തിയിട്ടുണ്ട്. അവിടുത്തെ സ്റ്റേയിൽ നിന്നുള്ളൊരു വ്യൂ ആണ് ഈ കാണുന്നത്. രാവിലെ എണീറ്റപ്പോൾ തന്നെ നല്ല കോടയായിരുന്നു, നല്ല തണുപ്പുണ്ടായിരുന്നു. വീഡിയോ അപ്ലോഡ് ചെയ്യാൻ വൈകിയെങ്കിലും ഇത് ജനുവരി മാസത്തിലെ കാഴ്ചയാണ്. പുറത്തിറങ്ങിയാൽ ഒരു രക്ഷയില്ലാത്ത തണുപ്പ്, കോടയും. പിന്നെ കൊടൈക്കനാലിൻ്റെ തിരക്കിൽ നിന്നെല്ലാം മാറി നല്ല ശാന്തസുന്ദരമായിട്ടുള്ള അന്തരീക്ഷവും സ്ഥലങ്ങളുമാണ് ഈ പൂണ്ടി, മന്നവന്നൂർ ഭാഗങ്ങളെല്ലാം തന്നെ. നല്ല പച്ചപ്പും ഒപ്പം ടൂറിസ്റ്റുകളുടെ ബഹളമോ അല്ലെങ്കിൽ ടൂറിസ്റ്റുകളുടെ കാൽപ്പാടുകളൊന്നും പതിയാത്ത നല്ല വെർജിനായിട്ടുള്ള സ്ഥലങ്ങളെന്ന് പറയാം. രാവിലെ എണീറ്റുകൊണ്ട് തന്നെ ഒരു വ്യൂ പോയിൻ്റ് കാണാനാണ് ഞങ്ങൾ ഇറങ്ങിയത്. അവിടെയുള്ളൊരു സ്ലോപ്പായിട്ടുള്ളൊരു സ്ഥലത്ത് നല്ല തണുപ്പുണ്ടായിരുന്നു. മഞ്ഞ് വീണ് കിടക്കുന്ന പാടുകളെല്ലാം കാണാൻ പറ്റും. കുറച്ച് കുറ്റിക്കാടുകൾക്കിടയിലൂടെ ഇറങ്ങിയാണ് അങ്ങോട്ട് പോയത്. ഏകദേശം ഒരു കൊക്ക എന്ന പോലെ തോന്നിക്കുന്ന ഒരു സ്ഥലമായിരുന്നു. പക്ഷേ നല്ല ക്ലൈമറ്റ്, നല്ല വൈബ്. അവിടെ ഇരുന്ന് കുറേ നേരം ആ ഭംഗിയെല്ലാം ആസ്വദിച്ച ശേഷമാണ് പുറത്തിറങ്ങിയത്. ഇവിടെ ഇരുന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റിയ നല്ലൊരു സ്പോട്ടാണ്. പിന്നെ ഈ ഒരു സ്ഥലത്തിൻ്റെ, അതായത് മന്നവന്നൂരായിക്കോട്ടെ, പൂമ്പാറയോ ക്ലാവരയോ പോലൂരോ ഏത് സ്ഥലമായാലും നമ്മളിവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മറ്റേത് ഹിൽ സ്റ്റേഷൻസിനും പോലെയല്ല. നല്ല തട്ടായിട്ടുള്ള കൃഷിസ്ഥലങ്ങളും പലതരത്തിലുള്ള പൂക്കളും നല്ല പച്ച വിരിച്ചു കിടക്കുന്ന പുൽമേടുകളും ഒപ്പം പൈൻ മരങ്ങളും അതുപോലെ തന്നെ ഒരുപാട് മഡ് ഹൗസുകളും നമുക്കിവിടെ കാണാൻ പറ്റും. ശരിക്കും മൂന്നാറോ വയനാടോ ഊട്ടിയിലൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഈ കോട്ടേജുകളല്ലാതെ മഡ് ഹൗസുകൾ, അവിടുത്തെ ആളുകൾ, കൃഷിക്കാർ താമസിക്കുന്ന സ്ഥലങ്ങൾ അങ്ങനെ കാണാൻ കഴിയാറില്ല. പക്ഷേ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒട്ടും പൊല്യൂട്ടഡ് അല്ലാത്ത തടാകങ്ങളും പുൽമേടുകളും പച്ച വിരിച്ച പരവതാനികളെന്ന് പറയുന്ന പോലെ തന്നെ ഒരു രക്ഷയില്ലാത്ത സ്ഥലങ്ങൾ കാണാൻ പറ്റും. അതും വളരെ കാം ആൻഡ് ക്വയറ്റാണ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ നല്ല തണുത്ത കാറ്റടിച്ച് ഇങ്ങനെ നിന്ന് പൂണ്ടിയിലെ കാഴ്ചകളൊക്കെ കാണുക എന്ന് പറയുന്നത് നമുക്കൊരിക്കലും മടുക്കില്ല. ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്നത് ക്യാരറ്റ്, ക്യാബേജ്, അതുപോലെ ഉള്ളി, ഉരുളക്കിഴങ്ങ് ഇതൊക്കെയാണ്. കൂടാതെ ഈ സ്ഥലങ്ങൾക്കിടയിലൂടെയുള്ള ഒരുപാട് നദികളും തടാകങ്ങളും ഒക്കെ നമുക്ക് കണ്ട് ആസ്വദിച്ചാൽ ഒരിക്കലും മതിയാവാത്ത തരത്തിലുള്ള ഭംഗിയാണ്. ഈ കാണുന്നത് തന്നെ എന്തൊരു ഭംഗിയുള്ള സ്ഥലമായിരുന്നു. ഞങ്ങൾ അവിടെ ചെന്ന് ഇറങ്ങി, ആ വെള്ളത്തിലേക്ക് ഇറങ്ങി അതിൻ്റെ സൈഡിലുള്ള മഡ് ഹൗസിലൊക്കെ പോയി ആ വീട്ടുകാരെയൊക്കെ ആയിട്ട് സംസാരിച്ച് അതിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ചാണ് ഇറങ്ങിയത്. അവിടെ നിന്നും പോയതും ഒരു മെഡോസിലേക്കായിരുന്നു. അതായത് ഒരു മൊട്ടക്കുന്ന് പോലുള്ള ഒരു സ്ഥലം കാണാൻ വേണ്ടി പോയി. ഒരുപാട് വ്യൂ പോയിൻറ്റുകൾ ഇവിടെയുണ്ട്. ഡാമുണ്ട്, മൊട്ടക്കുന്നുകളുണ്ട്, മെഡോസ് ഉണ്ട്, അതേപോലെ താഴ്വരകളുണ്ട്, പൂക്കൾ നിറഞ്ഞ സ്ഥലങ്ങളുണ്ട്, അരുവികളുണ്ട്, മഡ് ഹൗസുകളുണ്ട്, കാടുകളുണ്ട്, പൈൻ വാലീസ് ഉണ്ട്. ഇതെല്ലാം കണ്ടു കഴിഞ്ഞാൽ തീരില്ല. മറ്റൊരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് മന്നവന്നൂരിലുള്ള ഷീപ്പ് ഫാമാണ്. ചെമ്മരിയാടുകളുടെ ഫാമുണ്ട്. അപ്പോൾ അങ്ങോട്ടേക്ക് ചെന്നിട്ട് അവിടെ നിന്ന് ടിക്കറ്റ് എടുത്ത് വേണം ഇത് കാണാൻ കയറാനായിട്ട്. ഒരു രക്ഷയില്ലാത്തൊരു അനുഭവമായിരുന്നു. അതായത് വളരെ ആളുകൾ കുറവേ ഉണ്ടായിരുന്നുള്ളൂ. ഒരു പുൽമേട് പോലെയുള്ള സ്ഥലം, അല്ലെങ്കിൽ നമ്മുടെ വാഗമണിലൊക്കെ ഉള്ള മൊട്ടക്കുന്ന് പോലെയുള്ള സ്ഥലം. പക്ഷേ വാഗമണിനേക്കാളൊക്കെ ഒരുപാട് ഭംഗിയും നല്ല ശാന്തസുന്ദരമായിട്ടുള്ള സ്ഥലമാണ്. ഇവിടെ കുറച്ച് ഇടവേളകൾ കൂടിയ സമയത്ത് ഈ ഷീപ്പുകൾ ഇങ്ങനെ മേയാനായിട്ട് തുറന്നു വിടും. ഈ കാണുന്ന ഗേറ്റിനപ്പുറത്താണ് ഇവരുടെ ഫാം. ഈ ഫാമിലാണ് ചെമ്മരിയാടുകളെ വളർത്തുന്നത്. ഇവിടെ നിന്നും തുറന്നു വിട്ടാൽ ഈ ഒരു ഗേറ്റ് വഴി ചെമ്മരിയാടുകളെല്ലാം ഈ പുൽമേടിൽ മേയാൻ വേണ്ടി വരും. അതിൻ്റെ തൊട്ട് ഫ്രണ്ടിലായി തന്നെ ചില കഫറ്റേരിയകളുണ്ട്. ഞങ്ങളവിടെ പോയി ചായ കുടിച്ച്. ഇതിൻ്റെ എല്ലാം പുറകിൽ നോക്കിക്കഴിഞ്ഞാൽ കൃഷി തന്നെയാണ്. വൈകിട്ട് സമയമായതുകൊണ്ട് തന്നെ കോട വന്ന് മൂടിക്കഴിഞ്ഞിരുന്നു. നല്ല ചൂട് ചായ കുടിച്ച് മന്നവന്നൂരിൻ്റെ ഭംഗിയും ആസ്വദിച്ച് ചെമ്മരിയാടുകളെയും കണ്ട് ഞങ്ങൾ അടുത്ത സ്ഥലത്തേക്ക് നീങ്ങി. എവിടെ പോയാലും തട്ടുകളായിട്ടുള്ള കൃഷി സ്ഥലങ്ങൾ തന്നെ, ഒരു രക്ഷയുമില്ല. ഇവിടെ ഞങ്ങൾ കണ്ടത് ഉരുളക്കിഴങ്ങിൻ്റെ വിളവെടുപ്പായിരുന്നു. നമ്മുടെ നാട്ടിലൊന്നും കണ്ട് ശീലമില്ലാത്തൊരു കൃഷി ആയതുകൊണ്ട് തന്നെ അടുത്തേക്ക് ചെന്ന് ഉരുളക്കിഴങ്ങ് എങ്ങനെയാണ് പറിക്കുന്നത്, എന്താണ് ഇതിൻ്റെ ഒരു ഗുഡൻസ് ഞങ്ങൾ ചോദിച്ച് മനസ്സിലാക്കി. ഒരുപാട് പേര് കർഷകർ ഉരുളക്കിഴങ്ങ് പറിച്ചെടുക്കുന്നുണ്ടായിരുന്നു. തൊട്ടപ്പുറത്ത് തന്നെ ഉരുളക്കിഴങ്ങിൻ്റെയും ക്യാരറ്റിൻ്റെയും ഒക്കെ വേറെ കൃഷി നടക്കുന്നുണ്ട്. അവിടെ നിന്ന് ഇറങ്ങി അടുത്ത സ്ഥലത്തേക്ക് നീങ്ങി. ഞങ്ങൾ പോലൂരിലേക്കാണ് പോയത്. രണ്ടാമത്തെ ദിവസം നൈറ്റ് സ്റ്റേ ചെയ്തത് പോലൂരിലായിരുന്നു. പോണ വഴിക്കുള്ള കാഴ്ചയാണിത്. ചുറ്റും പൂക്കളും കുറ്റിക്കാടുകളും ഒക്കെ നിറഞ്ഞ സ്ഥലങ്ങളായിരുന്നു. നല്ല തണുപ്പുണ്ടായിരുന്നു. ഇങ്ങോട്ട് പോകുന്നതിനിടയിൽ ഞങ്ങൾ അവിടെയുള്ളൊരു ഡാം കാണാൻ വേണ്ടി പോയിരുന്നു. പക്ഷേ മഞ്ഞ് വന്ന് നിറഞ്ഞതുകൊണ്ട് ഈ വഴിയിലൂടെ ചെന്നിട്ടും ഡാമിൻ്റെ അറ്റത്തെത്തിയിട്ടും ഡാം കാണാൻ പറ്റാതെ തിരിച്ചു പോരേണ്ടി വന്നു. അങ്ങനെ പൂണ്ടി കഴിഞ്ഞ് പോലൂരിലുള്ള നമ്മുടെ മലയാളിയായിട്ടുള്ള ശശിച്ചേട്ടൻ്റെ
കോട്ടേജിലേക്കാണ് വന്നിരിക്കുന്നത്. പോലൂർ ശശി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം നമ്മൾ പല വ്ളോഗുകളിലൊക്കെ കണ്ടിട്ടുണ്ടാവും. പുള്ളിക്കാരന് ഇവിടെ പോലൂരിൽ സ്വന്തം സ്ഥലത്ത് ഒരു 5ഓളം കോട്ടേജുകളുണ്ട്, മഡ് ഹൗസുകളുണ്ട്, കോട്ടേജുകളുണ്ട്. നല്ല അടിപൊളി അറ്റ്മോസ്ഫിയറാണ്, റീസണബിൾ ആയിട്ടുള്ള റേറ്റുമാണ്. ഒപ്പം നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള കോട്ടേജാണ്. നല്ല പച്ചപ്പും തണുപ്പും ശാന്തസുന്ദരമായ അന്തരീക്ഷം. കൊടൈക്കനാലിൻ്റെ അല്ലെങ്കിൽ പൂണ്ടിയുടെയും ക്ലാവരയുടെയൊക്കെ അന്തരീക്ഷമായി വളരെയധികം ചേർന്ന് നിൽക്കുന്ന അല്ലെങ്കിൽ അത്തരത്തിലുള്ള നിർമ്മാണങ്ങൾ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. രാവിലെ എണീറ്റപ്പോൾ ഇങ്ങനെ ഗ്ലാസ്സിലെല്ലാം മഞ്ഞ് മൂടി നിൽക്കുന്നു. ആ ഒരു കാഴ്ച നല്ല രസമായിരുന്നു. പുറത്തേക്ക് ഇറങ്ങി ഞങ്ങൾ വീണ്ടും തീ കായാൻ തുടങ്ങി. നല്ല തണുപ്പുണ്ടായിരുന്നതുകൊണ്ട് തന്നെ തീയിടാതെ ഒരു രക്ഷയുണ്ടായിരുന്നില്ല. തലേദിവസം രാത്രിയും ക്യാമ്പ് ഫയർ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ കുറച്ച് നേരം ഞങ്ങളൊന്ന് ഇറങ്ങി പുറത്തേക്ക് നടന്നു കാഴ്ചകൾ കാണാൻ വേണ്ടി. തെളിഞ്ഞ ആകാശം, നമ്മുടെ ഇവിടെയൊന്നും എല്ലാ ദിവസവും ഇത്രയും തെളിഞ്ഞ ആകാശം കാണാൻ പറ്റില്ല. കാരണം അത്രയും ക്ലീൻ ആയിട്ടുള്ള നീറ്റായിട്ടുള്ളൊരു അന്തരീക്ഷം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കിങ്ങനെ നല്ല തെളിഞ്ഞൊരു ആകാശം തന്നെ കിട്ടുള്ളൂ. കുറച്ച് നേരം ആ ഭംഗിയൊക്കെ ആസ്വദിച്ച ശേഷം ഈ പുൽമേടുകളിലൂടെയൊക്കെ നടന്ന് ആ തണുപ്പ് ആസ്വദിച്ച്, ഒപ്പം അവിടെ വളർത്തുന്ന കുറേ പലതരത്തിലുള്ള പക്ഷികളും പൂച്ചകളൊക്കെ ഉണ്ടായിരുന്നു. അതിനെല്ലാം കണ്ട് ഒന്ന് ഫ്രഷായ ശേഷം ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോയി. ഇതാണ് ശശിചേട്ടൻ്റെ കോട്ടേജിലേക്കുള്ള എൻട്രൻസ്. ഈ ഒരു ഗേറ്റ് തുറന്ന് അകത്തേക്ക് കയറി കഴിഞ്ഞാൽ വിശാലമായ പുൽമേടുകൾ പോലെയുള്ള സ്ഥലങ്ങളാണ്. ഈ ഒരു വലിയ കോമ്പൗണ്ടിനകത്താണ് ഈ 5ഓ 6ഓ കോട്ടേജുകൾ സ്ഥിതി ചെയ്യുന്നത്. വണ്ടി പാർക്ക് ചെയ്യാനുള്ള സ്ഥലമുണ്ട്. ഇവിടെ ഫുഡ് അവൈലബിൾ ആണ്. 3 നേരം ഫുഡ് നമ്മൾ ഫുൾ ഡേ സ്റ്റേ ചെയ്യുകയാണെങ്കിൽ കിട്ടും. രാവിലെ ആയിട്ടും തണുപ്പ് മാറാത്തതുകൊണ്ട് വീണ്ടും ഞങ്ങൾ ജസ്റ്റ് ക്യാമ്പ് ഫയർ പോലെ സെറ്റ് ചെയ്ത് തീ കായാണ്. എത്ര കണ്ടാലും അല്ലെങ്കിൽ എത്ര സമയം സ്പെൻഡ് ചെയ്താലും നമുക്കിവിടെ മതിയാവില്ല. മറ്റുള്ള ഹിൽ സ്റ്റേഷൻസിലേക്ക് ഒരുപാട് പോയിട്ടുണ്ടെങ്കിലും പോയി കഴിഞ്ഞ ശേഷം തിരിച്ച് വരാൻ തോന്നാത്ത തരത്തിലുള്ളൊരു അനുഭൂതി കിട്ടിയത് എനിക്ക് ഈ ഒരു മന്നവന്നൂരും പൂണ്ടിയും ക്ലാവരയും പൂമ്പാറയും ഒക്കെ ആയിരുന്നു. അവിടുത്തെ ഒരു പ്രകൃതി ഭംഗി എന്ന് പറയുന്നത് നമ്മുടെ ശരിക്കും പിടിച്ചിരുത്തുന്ന തരത്തിലുള്ളതായിരുന്നു. പ്രത്യേകിച്ച് അവിടുത്തെ പച്ചപ്പും ഈ പുൽമേടുകളും. ഒപ്പം തന്നെ ഒരു മലിനീകരണവും ഇല്ല, ഒട്ടും പൊല്യൂട്ടഡ് അല്ല. ടൂറിസ്റ്റുകളുടെ ബഹളമോ റഷോ ട്രാഫിക് ബ്ലോക്കോ ഒന്നുമില്ല. അങ്ങനെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും കഴിഞ്ഞ് കോട്ടേജുകൾ കാണാനായിട്ട് ഇറങ്ങി. ഞങ്ങൾ താമസിച്ചത് കൂടാതെ 4ഓ 5ഓ കോട്ടേജുകൾ ഇവിടെ ഉണ്ടല്ലോ. അപ്പോൾ അതെല്ലാം ഒന്ന് ചുറ്റി കാണാനായിട്ട് ശശിചേട്ടൻ തന്നെയായിരുന്നു ഞങ്ങളുടെ കൂടെ വന്നതും ഇതെല്ലാം കാണിച്ചു തന്നതും. 3-4 കോട്ടേജുകൾ പണി കഴിഞ്ഞു. പുതിയ കോട്ടേജുകളുടെ പണി നടക്കുന്നുണ്ട്. നല്ല പ്രൈവസിയാണ്. അടുത്തടുത്താണ് നിൽക്കുന്നതെങ്കിലും ഓരോ കോട്ടേജിൽ താമസിച്ചാലും നമുക്ക് നല്ല പ്രൈവസി ഉണ്ട്. ഇതവിടെ പണിതുകൊണ്ടിരിക്കുന്ന ഒരു റെസ്റ്റോറൻറ്റ് ടൈപ്പ്, കഫറ്റേരിയ ടൈപ്പ് ആയിട്ടുള്ളൊരു സംഭവമാണ്. താമസിക്കുന്നവർക്ക് ഇവിടെ വന്ന് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയുള്ള അറേഞ്ച്മെൻറ്റ്സാണ് നിലവിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പണി നടക്കുന്നേ ഉള്ളൂ, പണി കഴിഞ്ഞിട്ടില്ല. പണി കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും. അപ്പോൾ നമുക്ക് ഇവിടെ വന്നാൽ ഫുഡ് കഴിക്കണമെങ്കിൽ ഇവിടെ വന്ന് ഈ ഒരു റെസ്റ്റോറൻറ്റ് പോലെയുള്ള ഇതിൽ നിന്ന് കഴിക്കാവുന്നതാണ്. അവിടെ നിന്ന് ഞങ്ങൾ ക്ലാവരയിലേക്കാണ് പോയത്. ക്ലാവരയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയൊരു ഗ്രാമമാണ്, പോലൂരിനടുത്ത് തന്നെ. ഇവിടെ നിന്നാൽ നമ്മൾ കാണുന്ന ഈ ഒരു ഭംഗി പൂണ്ടിയുടെ ഭംഗിയാണ്. പൂണ്ടിയിൽ നിന്നാൽ പൂണ്ടിയുടെ യഥാർത്ഥ ഭംഗി ആസ്വദിക്കാൻ കഴിയണമെന്നില്ല. പക്ഷേ ക്ലാവരയിൽ നിന്നാൽ പൂണ്ടിയുടെ ഭംഗി കാണാൻ പറ്റും. പൂണ്ടിയിലെ താഴ്വരകളും പച്ചപ്പും അല്ലെങ്കിൽ തട്ടുതട്ടായിട്ടുള്ള കൃഷികളും ചില വെള്ളച്ചാട്ടങ്ങളും എല്ലാം നമുക്ക് ക്ലാവരയിൽ നിന്നാൽ കാണാം. അവിടെ നിന്നും ഞങ്ങൾ യാത്ര തുടർന്നു. വഴിയിൽ കാണുന്ന സ്പോട്ടുകളിലെല്ലാം വണ്ടി നിർത്തി ചില വെള്ളച്ചാട്ടങ്ങളും അരുവികളും എല്ലാം കണ്ടു. നല്ല തണുപ്പും ഉണ്ടായിരുന്നു. ഒട്ടും റഷ് ഇല്ലാതിരുന്നുകൊണ്ട് തന്നെ ഞങ്ങൾ വരുന്ന വഴിക്ക് കമ്പം ഭാഗത്തുള്ള MSR മുന്തിരിത്തോട്ടത്തിൽ കയറി അവിടുത്തെ മുന്തിരി കൃഷിയും മറ്റ് പച്ചക്കറികളുടെ കൃഷിയും ഉണക്കമുന്തിരിയുടെ പ്രോസസ്സിങ്ങും എല്ലാം കണ്ടറിഞ്ഞിട്ടാണ് തിരിച്ചു വന്നത്. ഇത് വെറും ഒരു മുന്തിരി ഫാമല്ല, വലിയ ഒരു ഏക്കർ കണക്കിന് സ്ഥലത്ത് പല തരത്തിലുള്ള അറേഞ്ച്മെൻറ്റ്സ് ചെയ്തിട്ടുണ്ട്. കുട്ടികൾക്ക് കളിക്കാനുള്ള സ്ഥലങ്ങളുണ്ട്, പലതരത്തിലുള്ള എൻ്റർടൈൻമെൻറ്റ് സോൺസ് ഉണ്ട്. ബ്രൗൺ മുന്തിരിയും പച്ചമുന്തിരിയും ഉണ്ട്. ഇനി ഉണക്കമുന്തിരിയുടെ പ്രോസസ്സിങ് ഉണ്ട്. ക്യാപ്സിക്കം, തക്കാളി, വഴുതനങ്ങ, സ്ട്രോബെറി അങ്ങനെയുള്ള പലതരത്തിലുള്ള ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസിൻ്റെ കൃഷിയുണ്ട്. ചെണ്ടുമല്ലി പോലെയുള്ള പൂക്കളുടെ കൃഷിയുണ്ട്.
ഫീസ് കൊടുത്തിട്ട് വേണം ഇങ്ങോട്ട് കയറാനായിട്ട്. അതുപോലെ തന്നെ ഇവിടെ നിന്ന് മുന്തിരിയുടെ ജാം, മുന്തിരി ജ്യൂസ്, പൾപ്പ് അങ്ങനെയുള്ള ഒരുപാട് സാധനങ്ങൾ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. തക്കാളി, ക്യാപ്സിക്കം ഇതുപോലെയുള്ള വെജിറ്റബിൾസ് കൃഷി ചെയ്യുന്നതുകൊണ്ട് അതും നമുക്ക് ഇവിടെ നിന്ന് ക്യാഷ് കൊടുത്താൽ നല്ല ഫ്രഷ് സാധനം വാങ്ങിക്കാൻ കിട്ടും.